നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00ക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. അങ്ങനെ നിഫ്റ്റി കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ഈ ആഴ്ചയിലെ ആദ്യത്തെ ദിവസം നമ്മൾ വലിയൊരു ഫോള് കണ്ടിരുന്നു. ആ ഒരു ഫോൾ ഉണ്ടാക്കി നിഫ്റ്റി 21,821 നിഫ്റ്റി സപ്പോർട്ട് എടുത്തത്. ആ ഒരു സപ്പോർട്ട് സോണിൽ നിന്ന് നിഫ്റ്റി 400 പോയിന്റിൽ ഏറെ റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയുടെ 50 മൂവിങ് ആവറേജ് ആയിട്ടുള്ള 22,300 ഇന്നലെ നിഫ്റ്റി റെസിസ്റ്റൻസ് ഫേസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ കഴിഞ്ഞ 13 ദിവസത്തെ തുടർച്ചയായ സ്പൈക്ക് രേഖപ്പെടുത്തിയത് ഇന്ത്യ വിക്സ് ഇന്നലെയാണ് അതിനൊരു റാലിക്ക്, അതിൻ്റെ ഒരു സ്പൈക്കിന് ശമനമുണ്ടായി. ഇന്നലെ ആദ്യമായിട്ടൊരു 2% ഒരു ഇടിവ് രേഖപ്പെടുത്തിയത്. കൂടാതെ US മാർക്കറ്റിൽ നിന്ന് ജെറോം പവലിൻ്റെ സ്പീച്ച് ഉണ്ടായി. അദ്ദേഹം ഈ ഒരു വർഷം US-ൻ്റെ ഫെഡിൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഫർദറായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാകില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇന്നലെ US മാർക്കറ്റിനെ മുന്നോട്ട് നയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇന്ന് വരാണെങ്കിൽ കോൾഗേറ്റ്, ശ്രീ സിമെൻറ്റ് അല്ലെങ്കിൽ ഒബ്രൈ റിയാലിറ്റി തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട്, എയർടെലിൻ്റെയും ഭാരതി എയർടെലിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് എല്ലാം തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. ഇനി FIസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 7 ട്രേഡിംഗ് ഡേയിൽ, 7 ദിവസമല്ല 7 ട്രേഡിംഗ് ഡേയിൽ FIs കണ്ടിന്യൂസ് സെല്ലേഴ്സായിരുന്നു. ഇന്നലെയും 4,000 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി. ഓൾ ടുഗദർ 7 ദിവസം കൊണ്ട് അവർ ഏകദേശം 30,000 കോടിക്ക് മുകളിൽ, അഥവാ 3 ബില്യൺ ഇന്ത്യൻ റുപ്പീസിന് മുകളിൽ സെല്ല് നടത്തി. CVS സെല്ലിംഗ് മോഡൽ തന്നെയാണ് അവരുള്ളത്. കൂടാതെ തന്നെ ഇന്ന് US-ൽ നിന്ന് CPI ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ത്യൻ സമയം വൈകിട്ട് വരും. അതാണ് ലോക മാർക്കറ്റുകളെല്ലാം തന്നെ വെയിറ്റ് ചെയ്യുന്ന ഒരു കീ ഇവൻറ്റ്, മേജർ ഇവൻറ്റ്. ഇതാണ് ഇപ്പോൾ ഉള്ള ചുരുക്കം പറയുകയാണെങ്കിൽ മാർക്കറ്റിലുള്ള ഒരവസ്ഥ. കൂടാതെ ഒരു കാര്യം നമ്മൾ മിസ്സായി, ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് ഏകദേശം ഒരു 50 പോയിൻ്റ് മുകളിലാണ് ഇപ്പോൾ നിൽപ്പ്. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യമുള്ളത് എയർടെൽ തന്നെയാണ്. എയർടെലിൻ്റെ റിസൾട്ട് 31% ഇടിഞ്ഞ് 2,072 കോടി രൂപയായിട്ടുണ്ട്. 8 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. ശ്രീ സിമെൻറ്റ് നെറ്റ് പ്രോഫിറ്റ് 28% ഉയർന്ന് 526 രൂപ കരസ്ഥമാക്കി 55 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. സൈമൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 74% ഉയർന്ന് 896 കോടി രൂപ കരസ്ഥമാക്കി മികച്ച റവന്യൂവും സ്പൈക്ക് ചെയ്തു. സിപ്ല കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഒരു 4% ഫോൾ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ശക്തമായ റാലി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഫോള് പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലായിരുന്നു, മറിച്ച് ഒരു ന്യൂസ് ഉള്ളത് ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ഈ സിപ്ലയുടെ ഏകദേശം 2.5% സ്റ്റേക്ക് അവരുടെ നിക്ഷേപം വിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നുണ്ട്. കോൾഗേറ്റ് പാമോലിവ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്ന് 380 കോടി രൂപ കരസ്ഥമാക്കിയ കമ്പനി 26 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. അപ്പോളോ ടയേഴ്സ് നെറ്റ് പ്രോഫിറ്റ് 13% ഇടിഞ്ഞ് 354 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. 410 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നതായിരുന്നു. റാഡിക്കോ കൈത്താൻ കമ്പനി ഒരു ആൽക്കഹോളിക് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 26% ഉയർന്നു. പതഞ്ജലി ഫുഡ്, ബാബ രാംദേവിൻ്റെ നേതൃത്വത്തിലുള്ള പതഞ്ജലി ഫുഡ് നെറ്റ് പ്രോഫിറ്റ് 22% ഇടിഞ്ഞ് 200 കോടി രൂപ ആണ് കരസ്ഥമാക്കാൻ പറ്റിയത്. IPO വരുമ്പോൾ ഗോ ഡിജിറ്റൽ IPO, വിരാട് കോഹ്ലി, അനുഷ്ക ശർമ്മ ഇവർ ബാക്കപ്പ് ചെയ്യുന്ന കമ്പനിയാണ് ഗോ ഡിജിറ്റൽ IPO. അപ്പോൾ അവരുടെ IPO നാളെ ഓപ്പൺ ആകുന്നുണ്ട്. ഒബ്രോയ് റിയാലിറ്റി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 480 കോടി രൂപയിൽ നിന്ന് 788 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നു. ശ്യാം മെറ്റാലിക് കമ്പനി 810 കോടി രൂപ ഇവരുടെ പുതിയ അലൂമിനിയം ഫോയിൽ പ്ലാന്റ് നിർമ്മിക്കാനായിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇൻഫോസിസ് അബുദാബിയിലുള്ള അബുദാബി ഫസ്റ്റ് ബാങ്കായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ബിസിനസ്സിന് വേണ്ടിയിട്ട്. പവർ ഗ്രിഡ് പുതിയ പ്രൊജക്റ്റ് അവർ കമ്മീഷൻ ചെയ്തു, ഉദ്ഘാടനം നടത്തി. മാക്രോ ട്രക്ക് ഡെവലപ്പേഴ്സ് കമ്പനി ബോംബെ ആസ്ഥാനമായിട്ടുള്ള റിയാലിറ്റി കമ്പനിയാണ്. 3,500 കോടി രൂപയാണ് ലാൻഡ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇവർ മുടക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. ഇനി മറ്റുള്ള സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നമ്മുടെ ടെലഗ്രാം ചാനലുണ്ടാവും, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടാതെ IPO ഡീറ്റെയിൽസ്, ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, മറ്റുള്ള എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ ട്രേഡ് ബഡ്ഡി എന്ന് പറയുന്ന നമ്മുടെ ടാബിൽ ലഭ്യമാണ്. അതിൻ്റെയും ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ള സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ഗ്ലോബൽ
മാർക്കറ്റ് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും താഴെ കാണാം ഇന്നലെ നാസ്ഡാക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു 122 പോയിൻറ്റ്, ഡോയും 126 പോയിൻറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റ് ഫ്ലാറ്റായിരുന്നു. ഇതിൽ ജർമ്മൻ മാത്രമാണ് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഫ്രാൻസും UK പോസിറ്റീവിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉള്ളത്. ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ 61,555, 1200 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ്. ഗോൾഡ് 2356, ബ്രന്റ് ഓയിൽ $82 പെർ ബാരൽ എന്ന നിലയിലാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇന്നലെ US മാർക്കറ്റിൽ വലിയ ശക്തിയുള്ള പ്രകടനമൊന്നും ഉണ്ടായിട്ടില്ല. കാണാം HDFC ADRൽ ഫ്ലാറ്റായിരുന്നു, എന്നാൽ ഫർദറായിട്ട് 0.5% ഇടിഞ്ഞു. ICICI ബാങ്ക് ഫ്ലാറ്റായിരുന്നു, ഫർദറായിട്ട് 0.5% ഇടിഞ്ഞു. വിപ്രോയും ഇൻഫോസിസും നാസ്ഡാക്ക് റാലി രേഖപ്പെടുത്തിയത് കൊണ്ട് പോസിറ്റീവായിരുന്നു. ഇനി ഏറ്റവും താഴെ കാണാം റിലയൻസ് GDRൽ 1.34% ഒരു സ്പൈക്ക് കണ്ടു എന്നുള്ളതല്ലാതെ ഇന്ത്യൻ കമ്പനികളിൽ വലിയ ഒരു നേട്ടം US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഉണ്ടാക്കിയിട്ടില്ല. ഇനി നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ് കാണാം 21,313 ആയിരുന്നു നിഫ്റ്റിയുടെ കറണ്ട് മന്തിലെ ഫ്യൂച്ചർ ഉള്ളത്. അവിടെ നിന്ന് ഏകദേശം ഒരു 70 പോയിൻറ്റ് ഉയർന്ന രീതിയിലാണ് ഇപ്പോഴുള്ള നിഫ്റ്റിയുടെ അവസ്ഥ. അപ്പോൾ ഇനി മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് സമയമുണ്ട്. അതുവരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ഈ ഒരു ഗെയിൻ കാണാൻ സാധിക്കും. ഇനി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യ വിക്സിൻ്റെ കാര്യം തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇന്ത്യ വിക്സ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഒരു 13 ട്രേഡിംഗ് ഡേ കൊണ്ട് ഇന്ത്യ വിക്സ് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. അതായത് 10 ഇന്ത്യ വിക്സ് 20 പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100% അടുത്ത് സ്പൈക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സംഭവിച്ചതിന് ശേഷം 13 ദിവസം തുടർച്ചയായ സ്പൈക്ക് ഉണ്ടാക്കി. അപ്പോൾ ഇന്നലെ ഒന്ന് വിശ്രമിക്കാം എന്നുള്ള രീതിയിൽ വിശ്രമിച്ചു. സ്വാഭാവികമായ രീതിയിൽ നല്ല കനത്ത സെൽ ഓഫ് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നു. ഒരു ഓവർ സോൾഡ് സോണിലാണ് ഉള്ളത്. എക്സ്ട്രീംലി ഓവർ സോൾഡല്ല എങ്കിലും ഓവർ സോൾഡ് സോണിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ബൈങ് കണ്ടു. കൂടാതെ തന്നെ മേജർ സപ്പോർട്ട് സോണായിട്ടുള്ള 22,000 അത് റെസ്പെക്റ്റ് ചെയ്തു. ഇപ്പം നിൽക്കുന്നത് 50-day മൂവിങ് ആവറേജിൻ്റെ താഴെയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഈ 50-day മൂവിങ് ആവറേജ് എല്ലാം തന്നെ നിങ്ങൾ നിഫ്റ്റിയുടെ ചാർട്ടിൽ പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്യുക, നിഫ്റ്റിയുടെ അവസ്ഥ ജസ്റ്റ് നോക്കുക. കൂടാതെ ഇന്നത്തെ എയർടെൽ ഉൾപ്പെടെയുള്ള ശ്രീസിമിൻ്റെ ഉൾപ്പെടെയുള്ള റിസൾട്ടുകൾ ഇന്ന് റിഫ്ലക്റ്റ് ചെയ്യും. വിശദമായിട്ടുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ പോസ്റ്റ് മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമ്മളുടെ ചാനൽ നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. കാരണം എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും തുടർച്ചയായിട്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് നമ്മളുടെ ചാനൽ ഗുണകരമാകത്തക്കവണ്ണം നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്, നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മുടെ ചാനൽ എത്തിച്ചു കൊടുക്കുക. അവർക്കും തീർച്ചയായിട്ടും അതൊരു ഉപകാരം ഉണ്ടാകും. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് കാണാം. താങ്ക് യു.